ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പട്ടാമ്പിയുള്ള ബോണി സ്വീയിങ് മെഷീൻ ഹൗസിലാണ്. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ മെയിനായിട്ടും സ്റ്റിച്ചിങ്ങും ബ്രൈഡൽ വർക്കും ഒക്കെയാണ് ചെയ്യുന്നത്. എന്നെ പോലെ സ്റ്റിച്ചിങ്ങോ ഹാൻഡ് വർക്കോ ബ്രൈഡൽ വർക്കോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം. സാർ, ഞാനിന്ന് ഇവിടുത്തെ ഈ മെഷീൻസ് ഒക്കെ ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോ സാറിന് ബുദ്ധിമുട്ടായില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? നോക്കാം. വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഭാഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സാധാരണ നമ്മൾ വീട്ടില് തുന്നൽ പഠിക്കുന്നില്ല അവര് വാങ്ങുന്ന ഒരു മെഷീനാണിത്. മറ്റുള്ള പഠിക്കാൻ പറ്റില്ല എന്നല്ല, ഇതാണ് അവർ സാധാരണ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു 5600 രൂപക്കൊക്കെ ഒരു സാധാരണ തയ്യൽ മെഷീൻ നമുക്ക് ലഭിക്കും. ഈ തയ്യൽ മെഷീൻ വേണമെങ്കിൽ നമുക്കൊരു മോട്ടോർ വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് മെഷീനായിട്ട് നമുക്ക് മോട്ടോർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാല് പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് അംബ്രല്ല മെഷീൻ എന്ന് പറയില്ലേ, നമ്മൾ ഹൈ സ്പീഡ് മെഷീൻ എന്നൊക്കെ പറയും, ഡബിൾ മെഷീൻ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ ഈ ടൈപ്പ് മെഷീനാണ്. ഇതൊക്കെ അതിൽ പെട്ടാണ്. ഇതിൽ മെറിറ്റ് ഉണ്ട്, പുഷ് ഉണ്ട്, പല ബ്രാൻഡുകളും നമുക്ക് ഇതിലുണ്ട്. ഇതൊക്കെ ആകുമ്പോഴേ നമുക്ക് ടേബിളൊക്കെ ഒന്ന് സൈസ് കൂട്ടാൻ കഴിയും. പിന്നെ കുറച്ച് വലിയ മെഷീൻ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു സെക്ഷൻ പറഞ്ഞ പിന്നെ വൈറ്റ് ബോഡി മെഷീൻസ് ആയി. ഇതൊക്കെ ബ്ലാക്ക് ബോഡി മെഷീൻസ് ആണ്. ഇപ്പൊ ഇമ്പോർട്ടഡ് മെഷീനുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ആവുമ്പോ നല്ല സ്പീഡും തയ്ക്കാൻ നല്ല സ്പീഡ് ഉണ്ടാവും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടാവും. സ്റ്റിച്ച് ജാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നുണ്ട്, ഉഷ വരുന്നുണ്ട്, കൊടുത്തിരിഞ്ഞ സിംഗർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നുണ്ട്. പിന്നെ ഇതില് വരുമ്പോ പിന്നെ ജാക്കാകുമ്പോ നോർമൽ കട്ടറൊന്നുമില്ല, ഇതിലാകുമ്പോ അണ്ടർ ട്രിമ്മർ വരും. കട്ടർ സിസറൊക്കെ ഇതിൽ തന്നെ മെഷീനിൽ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ പിന്നെ നമ്മൾ നൂല് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ കട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സെക്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. കൂട്ടാനുള്ളത് ഇതിൽ വരുമ്പോ ഒരു തിക്നെസ് കുറച്ച് കനം കൂടിയതൊക്കെ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി എക്സ്ട്രാ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ ലെതർ തയ്ക്കാനുള്ള മെഷീനാ. ബാഗ് തുന്നാന്, വണ്ടിയുടെ കപ്പോളിസ്റ്റർ തയ്ക്കാനുള്ള മെഷീനാണ്. അതിലെ സ്പെഷ്യൽ മെഷീൻ വേറെ കൂടി ഉണ്ട്. ഇത് അതിന്റെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത മെഷീനാണ്. ഇത് ഒന്നുകൂടി ഹെവി, അതായത് സ്റ്റിച്ച് ലെങ്ത് കൂടും. ഇതിന് 2 പ്രഷർ ഫുട്ട് വരും. കനം കൂടിയത്, സ്റ്റിച്ച് ലെങ്ത് കൂടിയത്, അങ്ങനെയുള്ള മെഷീനാണ് ഇത്. അതിന്റെ അപ്ഡേറ്റ് ചെയ്ത മെഷീൻ ലെതർ സ്റ്റിച്ച് ചെയ്യാനുള്ള. ഇതില് 12 mm വരെ. ഇത് സാധാരണ മെഷീനിലൊക്കെ ഒരു 6 mm വരെയൊക്കെ അല്ലേ കിട്ടുള്ളൂ. ഇതിലാകുമ്പോ ഒരു 12 mm വരെ സ്റ്റിച്ച് ലെങ്ത് കിട്ടും. പിന്നെ അടുത്തത് ഓവർലോക്കിംഗ് മെഷീനാണ്. നമ്മള് ഡ്രസ്സിന്റെ ഉൾഭാഗത്ത് നമ്മൾ ഓവർലോക്ക് ചെയ്യില്ലേ, അതിനുള്ള മെഷീനാണ്. പണ്ടൊക്കെ ഓവർലോക്കിംഗ് മെഷീൻ ഒരുപാട് സ്പേസ് വേണമായിരുന്നു, ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ മോട്ടറൊക്കെ ഫിക്സ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിലാണ് വരുന്നത്. വളരെ കുറച്ച് സ്പേസ് മതി. ഇതപ്പോ മെഷീനിൽ ഫിക്സ് ചെയ്യണ്ടേ? ടേബിളിൽ ഫിക്സ് ചെയ്യണം. നമുക്ക് എവിടെ സ്പേസ് വെച്ചാൽ അവിടെ വെച്ചാൽ. പിന്നെ അതിന്റെ 4 ത്രെഡ് 5 ത്രെഡ് മെഷീനാണ് ഈ മെഷീൻ. ഇതും ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. ഇപ്പൊ നമ്മള് ഷോപ്പിലൊക്കെ വളരെ നല്ല രീതിയിൽ. ഇതിപ്പോ ഇവിടെ വലിയ സ്റ്റിച്ചല്ലേ വന്നിരിക്കുന്നത്, ഇതിന്റെ ഇത് ചെറുതാക്കാനൊക്കെ പറ്റും. ഇതിലൊക്കെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതില്. പിന്നെ സാധാരണ ഡൊമസ്റ്റിക് സെയിം മെഷീനിലുള്ള ഒരു ഐറ്റം ആണ് ഇത്. ഇത് പിന്നെ കടല് പോലെ കിടക്കാണ്. ഒരുപാട് ഐറ്റങ്ങള്, ഒരുപാട് ഫങ്ഷൻസ് ഉള്ള മെഷീനാണ്. ഒരു 10 സ്റ്റിച്ചസ് മുതല് അങ്ങോട്ട് പോയി. പിന്നെ നമ്മള് പെൻഡ്രൈവ് കുത്തിയിട്ട് അതിൽ ഡിസൈൻ വരെ തയ്ക്കാൻ പറ്റുന്ന മെഷീൻ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് മോഡൽസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുമ്പോൾ ഒരു 9,000 രൂപ മുതൽ ഒരു 1.5 ലക്ഷം രൂപ വരെയുള്ള മെഷീൻ ഇപ്പൊ നമുക്ക് ഷോപ്പിൽ കിട്ടും. അതെ അതെ അതെ, ഒരുപാട് സ്റ്റിച്ചസ് ഇതിൽ വരുന്നുണ്ടാവും. നമുക്ക് ഈ ഡയലോഗ് മാറ്റി കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുതിയ പല തരം സ്റ്റിച്ചസിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. വീട്ടിലിപ്പോ സ്ഥല സൗകര്യം കുറവുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ഓപ്ഷനാണ്. ഒന്നും ഒരു കംപ്ലൈന്റ് വരില്ല. കംപ്ലൈന്റ് വന്നാൽ നമുക്ക് സർവീസ് കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഇതിൽ പിന്നെ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. അപ്പൊ അതില് ഈ ഒരു മെഷീനിന് മാത്രം 57 സ്റ്റിച്ച് ഫംഗ്ഷൻ ഉണ്ട് ഈ മെഷീൻ. 57 സ്റ്റിച്ച് ഫംഗ്ഷൻ ഉള്ള മെഷീനാണ്. ഇപ്പൊ നമ്മള് ഇവിടുത്തെ മെഷീൻസ് ഒക്കെ കണ്ടു. അപ്പൊ ഇനിയിപ്പോ ഷോപ്പിലോട്ട് വരികയാണെങ്കിൽ വേറെ എന്തൊക്കെ പ്രൊഡക്ട്സും സർവീസും ആണ് നമുക്ക് അവൈലബിൾ? മെഷീന്റെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം, എല്ലാം നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഒരു ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് തയ്യൽ മെഷീൻ ആണെങ്കിലും നമുക്ക് ഷോപ്പിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി അത് കൂടാതെ നമുക്ക് അതായത് ഇവിടെ എല്ലാത്ത മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റോക്കിലുണ്ട്. നമുക്ക് കാണിക്കാൻ ഡിസ്പ്ലേയിൽ കാണിക്കാൻ കഴിയില്ലല്ലോ. അത് കൂടാതെ നമുക്ക്
ഇവർക്ക് വേണ്ട ആക്സസറീസ്, ഇപ്പോൾ തയ്യൽ മെഷീന്റെ മോട്ടോറുകള്, ഇപ്പോ ഇതുപോലത്തെ മോട്ടോറുകള്, പിന്നെ അയൺ ബോക്സ്, അതുപോലെ തന്നെ സിസേഴ്സ്, നല്ല നല്ല ബ്രാൻഡഡ് സിസറൊക്കെ ഉണ്ടാവും. നല്ല കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ നല്ല സിസേഴ്സ് ഒക്കെ നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊടുക്കാൻ കഴിയും, നല്ല സിസേഴ്സ്. ഇനി അതുപോലെ ക്ലോത്ത് കട്ടിങ് മെഷീനുകളുണ്ട്, അത് വേറെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം കിടക്കുന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് നല്ല ഇത് അത്ര റേഞ്ച് കൂടിയ അയൺ ബോക്സ് അല്ല, ഇതൊക്കെ നമുക്ക് വെള്ളം സ്റ്റീം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അയൺ ബോക്സ്. അതൊക്കെ വെള്ളം കൊണ്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്യാൻ പറ്റുന്ന അയൺ ബോക്സുകളും നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ സർവീസസ് എല്ലാ തയ്യൽ മെഷീനും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. എല്ലാ സ്പെയർ പാർട്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഒറ്റപ്പാലത്തുള്ളവർക്കും പട്ടാമ്പിയിലുള്ളവർക്കും ഒന്നും ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് മെഷീൻ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ബോണി അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് സാറ്. പട്ടാമ്പിയിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ കമാനം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പൊ ഗുരുവായൂർ ഓടുന്ന ഒരാൾ വരികയാണെങ്കിൽ റെയിൽവേ കമാനം എത്തുന്നതിന് മുൻപായിട്ടാണ് നമ്മുടെ ഷോപ്പുള്ളത്. ഒറ്റപ്പാലം ബൈപ്പാസ് റോഡില് ICICI ബാങ്ക്, അതുപോലെ തന്നെ നമ്മളെ ധനലക്ഷ്മി ബാങ്കിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഒറ്റപ്പാലം ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ബോണി മെഷീൻ ഹൗസ്, ഒറ്റപ്പാലം, പട്ടാമ്പി.